അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞമ്മയും ചിറ്റപ്പനും അമ്മും കൂടെ വന്നു. കുഞ്ഞമ്മയുടെ മോളാണ് അമ്മു. അമ്മു പൊന്നൂസിനുള്ള കേക്കുമായിട്ട് വരുവാണ്. അവൾ നേഴ്സിംഗ് പഠിക്കുക, 4ാം വർഷമാണ്, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. പിന്നെ അവൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു, അവൾ നാട്ടിലുണ്ട്. അങ്ങനെ പിന്നെ കുഞ്ഞമ്മയാണ് എൻ്റെ മുടിയുടെ അറ്റമൊക്കെ മുറിച്ച് തരുന്നത്. മുടി അങ്ങ് വല്ലാതായിരുന്നു. എൻ്റെയും വാവയുടെ എല്ലാം കുഞ്ഞമ്മയാണ് മുറിച്ച് തരുന്നത്. പിന്നെ കുഞ്ഞമ്മയെ കൊണ്ട് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ചെയ്യിപ്പിച്ചു. പക്ഷേ വാവയുടെ മുടി വെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 4 മണി ആയപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ചായ കുടിക്കുവാണ്. അച്ഛനും ചിറ്റപ്പനും വിജയേട്ടനും കൂടെ സിറ്റൗട്ടിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ, പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ അകത്തിരുന്ന് ചായയൊക്കെ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ താഴോട്ട് പുഞ്ചയാണെന്ന്. അപ്പോൾ ചുമ്മാ അങ്ങോട്ടൊന്ന് നടക്കാൻ പോയി. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന, ഞാൻ കാണിച്ചില്ലായിരുന്നു നേരത്തെ വീഡിയോയിൽ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പറമ്പ് ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പറമ്പായിട്ട് കിടക്കുക. പിന്നെ ഇവിടെ ഇപ്പം ഫുള്ള് കാട് കയറി കിടക്കുക. നമ്മുടെ കുഞ്ഞിലെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ ആ കാണുന്നത് കമ്പനിക്കട്ട ഉണ്ടാക്കുന്ന ചൂളയാണ്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇതാ താഴത്തെ വീട്ടിലെ മോളും പിള്ളേരുമാണ്. പിന്നെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളുടെ കല്യാണ വീഡിയോ ഇട്ടു. ഇത് കണ്ട് എല്ലാവരും ഞങ്ങളെ ട്രോളുമാണ്. ഇപ്പോഴത്തെ വണ്ണം കണ്ടോ, അന്നേരത്തെ വണ്ണം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം ഞങ്ങളെ ശരിക്ക് കളിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ്, പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ആ രൂപവും ഈ രൂപവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്ത് മാറ്റമാണ് നമുക്ക് വന്നതല്ലേ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വിലക്കുഞ്ഞമ്മയും ചിറ്റപ്പനും എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവർ ഇറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.